ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഗോൾഡ് ഏകദേശം 58% റിട്ടേൺസ് ആണ് നൽകിയേക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു മൂവ്മെന്റ് ഉണ്ടായത് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല ഇപ്പൊ ബെനിഫിറ്റ് ആയിട്ടുള്ളത്, പക്ഷെ ലിസ്റ്റഡ് കമ്പനികൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ പ്രയോജനമായിട്ടുണ്ട്. ഗോൾഡിന്റെ വില കൂടുതൽ ഡയറക്ട്ലി തന്നെ ഈ ഒരു കമ്പനികളുടെ ബിസിനസ് മെട്രിക്കിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുത്തൂറ്റ് ഫിനാൻസ്, MCX, അതുപോലെ തന്നെ മണപ്പുറം ഫൈനാൻസ് പോലത്തെ കമ്പനികൾ എങ്ങനെയാണ് ഗോൾഡിന് വില കൂടിയപ്പോൾ അത് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തെന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ട്രെൻഡിന്റെ പുറകിലെ റിയൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് മുത്തൂറ്റ് ഫൈനാൻസ് ആണ്. ഇപ്പൊ ഗോൾഡിന്റെ വില കൂടിയപ്പോൾ ഡയറക്ട്ലി ബെനിഫിറ്റ് ഉണ്ടായ കമ്പനിയാണ് മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോൺ നൽകുന്ന NBFC ആണ്. അപ്പം കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡിന്റെ വാല്യൂ കൂടിയപ്പോൾ എന്താണ്, ഗോൾഡ് ലോൺ വാല്യൂ 33,000 കോടിയിൽ നിന്ന് 2,08,000 കോടിയായിട്ട് കൂടി. അതായത് ഏകദേശം 44% CAGR. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താണ് സ്വർണ്ണ വളയോ അല്ലെങ്കിൽ മാലയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വലിയ ലോൺ എമൗണ്ട് ലഭിക്കും. കാരണം എന്താണ്, സ്വർണ്ണത്തിന്റെ വില കൂടി. അപ്പൊ അതേ സമയത്ത് എന്താണ് ഇപ്പൊ ലേലത്തിൽ വെക്കുന്നതൊക്കെ കുറഞ്ഞു. അതുപോലെ എന്താണ് റിക്കവറി ഒക്കെ ഇപ്പൊ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഡീഫാൾട്ട് റിസ്ക് കുറഞ്ഞു. എന്നാലും ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. NBFCs ഗോൾഡ് ലോൺ മാർക്കറ്റിൽ ഏകദേശം 18% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതേ സമയത്ത് ബാങ്കുകളാണ് ബാക്കി 82% ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മുത്തൂറ്റിന്റെ മാർക്കറ്റ് ഷെയർ AUM അനുസരിച്ച് 9% എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. ഇനി നമ്മള് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം ഇവിടെ എന്താണ് ഇയർ ഓവർ ഇയർ 45% കൂടി 6,288 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ കാരണം ലോൺ ബുക്ക് എക്സ്പാൻഷനും ഹയർ ഈൽഡും ആണ്. അപ്പൊ കമ്പനിയുടെ AUM ഓൾ ടൈം ഹൈ എത്തിയിട്ടുണ്ട് 1,33,000 കോടി രൂപ. ഇയർ ഓവർ ഇയർ എന്താണ് 37% കൂടി. അപ്പൊ ഇതില് 1,13,000 കോടി ഗോൾഡ് ലോണിന് മാത്രമാണ് വന്നേക്കുന്നത്, 40% ഗ്രോത്ത്. അപ്പൊ ടോട്ടൽ AUMന്റെ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പെൻസ് സൈഡിൽ ബോറോയിങ്സ് കൂടിയതുകൊണ്ട് ഫൈനാൻസ് കോസ്റ്റ് ഇയർ ഓവർ ഇയർ 48% കൂടി 2,355 കോടിയായി. എന്നാൽ എന്താണ് ഇവിടെ ക്രെഡിറ്റ് കോസ്റ്റ് 12% കുറഞ്ഞ് 331 കോടിയായി. അപ്പൊ ഇതിന് കാരണം റിക്കവറീസ് ബെറ്റർ ആയതും അതുപോലെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ഇയർ ഓവർ ഇയർ 65% കൂടി 1,954 കോടി എത്തി. അപ്പൊ കമ്പനിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്വാർട്ടർലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണിത്. ഇനി എഫിഷ്യൻസീസ് ആയിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് തന്നെയാണ്. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 22.6% ഇടിഞ്ഞു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നു ഓരോ രൂപ ഇൻകത്തിനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയുന്നുണ്ടെന്നാണ്. ഇപ്പൊ ലോൺ ഇവിടെ 19.56% കൂടി. ഗോൾഡ് ലോൺ റീപ്രൈസിംഗ് അതുപോലെ ബെറ്റർ പോർട്ട്ഫോളിയോ മിക്സ് കാരണമാണിത്. ഇപ്പൊ ഫണ്ട് കോസ്റ്റ് 8.88% ഇയർ ഓവർ ഇയർ ചെറുതായിട്ട് കൂടുതൽ. എന്നാൽ എന്താണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഇത് മാർജിൻ എക്സ്പാൻഷൻ ഇവിടെ കാരണമായി. ഇപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് സ്പ്രെഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 10.6% ഇംപ്രൂവ് ആയി. അപ്പൊ ഇതിന് കാരണം എന്താണ്, ഓരോ രൂപ കടം കൊടുക്കുമ്പോൾ എന്താണ് കമ്പനി ഇവിടെ കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബോറോയിങ് കോസ്റ്റ് കണക്കാക്കിയതിനു ശേഷമാണ് ഇത് വരുന്നത്. സോ ഇതെന്താണ് ഡയറക്ട്ലി മെയിൻ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 27% നിന്ന് 22% കുറഞ്ഞു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന റിസ്ക് അബ്സോർബ് ചെയ്യാനുള്ള കമ്പനി എബിലിറ്റി കുറച്ച് കുറഞ്ഞതാണ്. പക്ഷേ ഇവിടുത്തെ വലിയൊരു ചോദ്യം ഇതാണ്, ഈ ഒരു ഗ്രോത്ത് ഇവിടെ നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ കണ്ട 40% ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാനേജ്മെന്റ് 2026 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഒരു കൺസർവേറ്റീവ് ഗൈഡൻസ് ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കുറഞ്ഞത് എന്താണ് 15% ഗോൾഡ് ലോൺ AUM ഗ്രോത്ത്. അപ്പം അത് മാത്രമല്ല ജൂൺ 2025 ഗോൾഡ് ലോൺ റൂൾസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വരെയുള്ള ലോണിന് ഇപ്പൊ 85% വരെ കിട്ടും. മുമ്പ് ഇത് എത്രയായിരുന്നു, 75% ലിമിറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് റിസ്ക്കും ഉണ്ട്. ഗോൾഡ് ലോൺ മാർക്കറ്റ് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ബാങ്കുകൾ അതുപോലെ തന്നെ ഫിൻടെക് പ്ലേയേഴ്സ് ഒക്കെ നല്ല രീതിയിലേക്ക് ഇതിലേക്ക് കയറുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, കോമ്പറ്റീഷൻ കൂടുന്നതിന്റെ ഒപ്പം ഗോൾഡ് പ്രൈസ് അതിൽ AUM തമ്മിലുള്ള കോറിലേഷൻ പതുക്കെ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഷെയർ ലോസ് ആണ്. കൂടാതെ കമ്പനിയുടെ സ്പ്രെഡ് കുറയുന്നുണ്ട്. ക്വാർട്ടർ 1 ഫൈനാൻഷ്യൽ 2026 സ്റ്റാൻഡ് ലോൺ സ്പ്രെഡ് 10.68% എഴുതും. പക്ഷെ ഇതിൽ NPA റിക്കവറീസ് എന്നുള്ള വൺ ടൈം എക്സെപ്ഷൻ ഇൻകം ഉണ്ട്. അപ്പൊ ഇത് ഫ്യൂച്ചർ സ്പ്രെഡിനെ ബാധിക്കാം. അപ്പൊ ഇത് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ ഇവിടെ കുറയാണ്. അപ്പൊ ഇത് സോൾവൻസിനെ ചെറുതായിട്ട് ചുരുക്കുന്നുണ്ട്. അതിൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി നഷ്ടമാവുന്നുണ്ട്. ഗോൾഡ് പ്രൈസ് കൂടിയതുകൊണ്ട് തന്നെ എന്താണ് ഗോൾഡ് ലോൺ AUM വളർന്നു. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വോളിയം ഗ്രോത്ത് ജസ്റ്റ് 0.5% ഇവിടെ മ്യൂട്ടഡ് ആണ്. ഇപ്പൊ ഫ്യൂച്ചർ AUM ഗ്രോത്ത് ഒന്നെങ്കിൽ ഗോൾഡ് പ്രൈസ് കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് ഇവിടെ ആക്റ്റീവ് കസ്റ്റമർ ബേസ് എക്സ്പാൻഡ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വരുന്ന MCX ആണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് MCX. അപ്പൊ എപ്പോഴൊക്കെ ഗോൾഡ് പ്രൈസ് കൂടുന്നു അതുപോലെ തന്നെ എന്താണ് എപ്പോഴൊക്കെ ഇവിടെ വോളറ്റിലിറ്റി കൂടുന്നു അപ്പോഴൊക്കെ എന്താണ് ട്രേഡിംഗ് വോളിയം അതുപോലെ തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇവിടെ കൂടും. പ്രത്യേകിച്ച് എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ.
ഇപ്പൊ 2025 ഏപ്രിലിൽ MCS ഗോൾഡ് 10 ഗ്രാം ഫ്യൂച്ചർ കോൺട്രാക്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ഇത് എന്താണ് ഇന്ത്യൻ ബയേഴ്സിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ഹെഡ്ജിംഗ് പ്രിഫറൻസ് ടാർഗറ്റ് ചെയ്തു. അതുപോലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണിത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡ് 10 ഗ്രാം കോൺട്രാക്ട് ബൈ മന്തിൽ നിന്ന് എന്താണ് മന്ത്ലി എക്സ്പയറിലേക്ക് മാറിയതുകൊണ്ട് ഗോൾഡ് ഓപ്ഷൻ ട്രേഡിംഗ് വോളിയം ADTVയും എന്താണ് വലിയ ഗ്രോത്ത് ഇവിടെ കാണിച്ചു. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ഓപ്ഷൻ ട്രേഡിംഗ് വോളിയം ടോട്ടൽ വോളിയത്തിന്റെ എന്താണ് 87% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2,70,000 കോടിയുടെ ആവറേജ് ഡെയിലി ടേൺ ഓവറോടെ. അതേസമയത്ത് എന്താണ് ഫ്യൂച്ചേഴ്സിൽ 13% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബുള്ളിയൻ സെഗ്മെന്റിലാണ് ഏറ്റവും വലിയ ഗ്രോത്ത് ഡ്രൈവർ വരുന്നത്. ഇപ്പോൾ ടോട്ടൽ ബുള്ളിയൻ ADT എന്താണ് ഇയർ ഓവർ ഇയർ 242% കൂടി 1,36,000 കോടിയായി. സ്പെസിഫിക്കലി എന്താണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ADTV അതെന്താണ് 19,817 കോടിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഫ്യൂച്ചർ വോളിയത്തിന്റെ ഏകദേശം 49% ഇത് കാണിക്കുന്നത്. അതുപോലെ ഇയർ ഓവർ ഇയർ 166% കൂടി. ഇപ്പോൾ ബുള്ളിയൻ ഓപ്ഷനും കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. 1,06,000 കോടി നോഷണൽ ADT എത്തി. ഇയർ ഓവർ ഇയർ എന്താണ് 379% ഗ്രോത്ത് ആണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ വില കൂടുന്നതനുസരിച്ച് അതായത് മാർക്കറ്റ് ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് MCXന്റെ ട്രേഡിംഗ് വോളിയം ടേൺ ഓവർ അതുപോലെ മാർജിൻ എല്ലാം എന്താണ് പെട്ടെന്ന് ഇവിടെ വളർന്നു. ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽസ് നോക്കാം. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 MCSന്റെ സെയിൽസ് 59% കൂടി 373 കോടിയായി. അപ്പൊ ഇത്രയും കൂടിയത് മെയിൻലി എന്താണ് ട്രേഡിംഗ് വോളിയം കൂടുതലായതുകൊണ്ടാണ്. ഇപ്പൊ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ADT 3,10,000 കോടി എത്തി. അപ്പൊ ഇത് കാണിക്കുന്നത് ഇയർ ഓവർ ഇയർ 80% ഗ്രോത്ത് ആണ്. അതേസമയത്ത് എന്താണ് ഇവിടെ എക്സ്പെൻസ് 23% കൂടി. അപ്പൊ ഇത് റവന്യൂ ഗ്രോത്തിന്റെ സ്പീഡിനേക്കാൾ എന്താണ് താഴെ തന്നെയായിരുന്നു. അപ്പൊ ഇത് സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത് എന്താണ് ഡയറക്ട്ലി എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇവിടെ കൂട്ടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് 89% കൂടി 241 കോടിയായി. അതിൽ മാർജിൻ 64.7% എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റും 82% കൂടി 203 കോടിയായി. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 54.4% ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ മുന്നോട്ടേക്ക് പോകുമ്പോൾ കമ്പനിയുടെ മെയിൻ ഫോക്കസ് ബുള്ളിയൻ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷനിലേക്കായിരുന്നു. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ ഓപ്ഷൻസിന്റെ മന്ത്ലി എക്സ്പയറി ജൂൺ 2025 തുടങ്ങി. അതിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും ക്ലിയർലി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ 2025 ലോഞ്ച് ചെയ്ത ഗോൾഡ് 10 ഗ്രാം ഫ്യൂച്ചർ കോൺട്രാക്ട് ഇതിൽ റീറ്റെയിൽ ട്രേഡിംഗ് സെന്റിമെന്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം എനർജി ആൻഡ് മെറ്റൽ സൈഡിലും എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ജൂൺ 2025 അപ്രോച്ച് ചെയ്ത ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ടോട്ടൽ ഫ്യൂച്ചർ വാല്യൂവിന്റെ തന്നെ ഒരു അഡീഷണൽ ഒരു 8 മുതൽ 10% വരെ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി നമ്മൾ റിസ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് നോട്ട് ചെയ്യാനുണ്ട്. ആദ്യത്തെ കാര്യം മാർക്കറ്റ് കോൺസെൻട്രേഷനിൽ മാർജിൻ പ്രഷറാണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ടേൺ ഓവറിന്റെ 74.7% പ്രഷ്യസ് മെറ്റൽ കോൺട്രാക്ട്സിന് മാത്രമാണ് വന്നത്. മെയിൻലി എന്താണ് പ്രൈസ് എഫക്ട്സിൽ നിന്നാണ് വന്നത്, വോളിയത്തിൽ നല്ല ഇത് വന്നത്. ഇപ്പൊ ജൂലൈ 2025 തൊട്ട് വോളിയം വീക്ക് ആവുന്നത് വിസിബിൾ ആണ്. അപ്പൊ ഇത് കാരണം എന്താണ് 64.8% EBITDA മാർജിൻ സസ്റ്റെയിൻ ചെയ്ത് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇപ്പം കമ്മോഡിറ്റി പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഡിക്ലൈൻ ആവുന്നുണ്ടെങ്കിൽ റവന്യൂ വോളിയത്തിൽ എന്താണ് ഒരു ഇമ്പാക്ട് കാണാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ എന്താണ് റെഗുലേഷൻ റിസ്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രൂഡ് പാം ഓയിൽ ഫ്യൂച്ചേഴ്സിലുള്ള ബാന് 2026 മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെബി എന്താണ് ഡെറിവേറ്റീവ് സ്പെക്കുലേഷനിൽ സ്ട്രിക്ട് റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് എക്സ്പയറി ലിമിറ്റ്സ്, ഇൻട്രാഡേ ചെക്സ് ഒക്കെ. അപ്പം ഇതെല്ലാം എന്താണ് കമ്മോഡിറ്റി ഓപ്ഷൻ ട്രേഡിംഗിൽ അൺസർട്ടനിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ടെക് റിലയബിലിറ്റിയിലും ഇവിടെ റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂലൈ 2025 1 മണിക്കൂറത്തേക്ക് ട്രേഡിംഗ് ഡിലേ ആയിരുന്നു. അതുപോലെ മെയ് 2025 സെബി 25 ലക്ഷം ഫൈൻ ഇമ്പോസ് ചെയ്തു ഗവർണൻസ് ലാപ്സ് കാരണം. അപ്പോൾ ഫൈനാൻഷ്യലി ഈ ഒരു ഇൻസിഡൻസിനൊക്കെ ചെറിയൊരു ഇമ്പാക്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ റെയർ ആണ്. പക്ഷേ ഇതിപ്പോൾ എന്താണ് റെപ്യൂട്ടേഷൻ അതുപോലെ റെഗുലാരിറ്റി സ്ക്രൂട്ടിനിയുടെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈ വോളറ്റിലിറ്റി ഫേസിൽ ഇതൊക്കെ എന്താണ് റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആവും ഇവിടെ. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് മണപ്പുറം ഫൈനാൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് മുത്തൂറ്റ് ഫൈനാൻസ് പോലെ ഈ ഒരു കമ്പനി ഗോൾഡ് ലെൻഡിംഗ് ബിസിനസ്സിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ മണപ്പുറത്തിന്റെ എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് ഷെയർ AUM ബേസ് ചെയ്ത് ഏകദേശം 2%. ഇനി നമുക്ക് നേരെ ഫൈനാൻഷ്യൽസിലേക്ക് പോവാം. Q1 ഫൈനാൻഷ്യൽ 2026 മണപ്പുറത്തിന്റെ പെർഫോമൻസ് ഇവിടെ വീക്ക് ആയിരുന്നു. ഇപ്പൊ ഇൻകം ഫ്രം ഓപ്പറേഷൻസ് 9% ഇടിഞ്ഞ് 2,262 കോടിയിലേക്ക് കുറഞ്ഞു. ഇതിന്റെ മെയിൻ കാരണം ആശീർവാദ് മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റ് ആയിരുന്നു. അസറ്റ് ക്വാളിറ്റി മോശമായതും അതുപോലെ കൂടിയ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മൊത്തത്തിൽ എന്താണ് റിസൾട്ട് താഴേക്ക് ഇവിടെ വലിച്ചു. ആശീർവാദിന്റെ AUM ഇയർ ഓവർ ഇയർ ഏകദേശം 51% ഇടിഞ്ഞു. ഇത് കമ്പനിയുടെ ഓവറോൾ ഇൻകം ബേസിനെ ഇവിടെ കുറച്ചു. അപ്പൊ കൺസോളിഡേറ്റഡ് ബിസിനസ് ലെവലിൽ ഏറ്റവും വലിയ ഷോക്ക് പ്രൊവിഷനാണ് വന്നത്. അപ്പോൾ പ്രൊവിഷൻസ് 145% കൂടി 559 കോടിയായി. അപ്പോൾ മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റിൽ വിസിബിൾ സ്ട്രെസ് ആണ് ക്ലിയർ ആയിട്ട് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് കാരണം കമ്പനിയുടെ പാറ്റേൺ 76% ഇടിഞ്ഞു 1.1 വന്നു. അതുപോലെ റിട്ടേൺ ഇക്വിറ്റി ROE 4.3% കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് കമ്പനിക്ക് ഇപ്പം ഇവരുടെ അസറ്റ് അതുപോലെ ക്യാപിറ്റലിൽ നിന്ന് ഒന്നും അത്യാവശ്യത്തിനുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത്
മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റ് ഇഷ്യൂ ഒക്കെ എന്താണ് പതുക്കെ അത് റിസോൾവ് ആകും എന്നുള്ള കാര്യമാണ്. അതുപോലെ പ്രോഫിറ്റബിലിറ്റി 2026 Q4 ആകുമ്പോഴേക്കും നോർമലൈസ് ആകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ AUM മിക്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് സെഗ്മെന്റ് ഏകദേശം 22% എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റ് ഇടിഞ്ഞതുകൊണ്ട് അത് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെ ഓഫ്സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് ഗോൾഡ് AUM കൂടിയതിന് ശേഷം ഇൻട്രസ്റ്റിംഗിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഗോൾഡ് വോളിയം ആക്ച്വലി ഡിക്ലൈൻ ആയി. അപ്പൊ കാരണം എന്താണ് ഗോൾഡ് വില കൂടിയതുകൊണ്ട് ഇത്രയധികം കൂടിയതിന്റെ എഫക്റ്റ് ആണിത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഗോൾഡ് ലോൺ ഈൽഡ് Q4 ഫൈനാൻഷ്യൽ 2025 22.2% Q1 ഫൈനാൻഷ്യൽ 2027 20.7% കുറഞ്ഞു. അതുപോലെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു 4 മുതൽ 6 ക്വാർട്ടറിലായിട്ട് ഈ ഒരു ഈൽഡ് ഏകദേശം 18% സെറ്റിൽ ചെയ്യുന്നു. 28,802 കോടിയുടെ കൺസോളിഡേറ്റഡ് AUM-ല് ഈൽഡ് ഇപ്പോൾ വീണ്ടും ഒരു 200 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 18.7% എത്തിയ ആനുവലൈസ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 576 കോടിയായിട്ട് ഇടിയ, അല്ലെങ്കിൽ എന്താണ് പെർ ക്വാർട്ടർ ഏകദേശം 144 കോടി. വോളിയം അല്ലെങ്കിൽ ഫീ ഓഫ്സെറ്റ് ചെയ്തതിന് മുമ്പ്. അപ്പൊ കമ്പനി ബോധപൂർവം തന്നെയാണ് പതുക്കെ ഈ ഒരു ഈൽഡ് ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് വോളിയം കൂടുന്നുണ്ടെങ്കിൽ റവന്യൂ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും എന്നാണ്. അപ്പം ഇത് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഗ്രോത്ത് ടാർഗറ്റ്സ് നോക്കിയാൽ കമ്പനി ഒരു കൺസോളിഡേറ്റ് AUM 2026 ഫൈനാൻഷ്യലിൽ 20% വളർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ 43,034 കോടിയിൽ നിന്ന് ഒരു 20% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലോൺ ബുക്കിലേക്ക് ഏകദേശം 8,600 കോടി ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നേടാനായിട്ട് മണപ്പുറം എന്താണ് അവരുടെ ഗോൾഡ് ലോൺ ബ്രാഞ്ചസ് 5,000-ലധികമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ആവറേജ് ഗോൾഡ് AUM പെർ ബ്രാഞ്ച് 7.9 കോടിയാണ്. നിലവിൽ ഇപ്പോൾ 4,044 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം 956 അഡീഷണൽ ബ്രാഞ്ചസിന് ഏകദേശം 7,500 കോടിയുടെ AUM ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുകൂടാതെ കൺസോളിഡേറ്റഡ് ROE 2025 ഫൈനാൻഷ്യൽ 10% ആയിരുന്നു. അതുപോലെ മാനേജ്മെന്റ് ഇപ്പൊ എന്താണ് 18% കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ നിയർ ടേം സ്ട്രാറ്റജിയിൽ കമ്പനി അവിടെ AUM മിക്സ് റീഡിഫൈൻ ചെയ്യുകയാണ്. സെക്യൂർഡ് ബുക്ക് അതായത് ഗോൾഡ് പ്ലസ് സെക്യൂർഡ് നോൺ ഗോൾഡ് 90% കൂട്ടാനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിൽ അൺസെക്യൂർഡ് MFI എക്സ്പോഷർ 10% താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഗ്രോത്ത് ലക്ഷ്യം വെക്കുന്നത് ഹയർ ടിക്കറ്റ് കസ്റ്റമേഴ്സിനെയാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള കസ്റ്റമേഴ്സ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ഇവരുടെ ഷെയർ എന്ന് പറയുന്നത് 19% ആയിരുന്നു. അത് 25 മുതൽ 30% എത്താനാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതിൽ ജൂൺ 2025 ഗോൾഡ് ലോൺ റൂൾസ് അപ്ഡേറ്റ് ചെയ്തു. അതായത് 2.5 ലക്ഷം വരെയുള്ള ലോണിന് ലോൺ ടു വാല്യൂ ലിമിറ്റ് 75% നിന്ന് 85% ഇവിടെ കൂടി. അപ്പൊ ഇത് സ്മോൾ ടിക്കറ്റ് ഡിമാൻഡിനെയും എന്താണ് ഇവിടെ സപ്പോർട്ട് ചെയ്യും. എന്നാലും ഇവിടെ എന്താണ് കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് എന്താണ് അണ്ടർ പെർഫോമിംഗ് സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ വീക്ക്നെസ്സും സൈനും ആണ്. ഇപ്പം മൈക്രോ ഫൈനാൻസ് ഡിവിഷനായ ആശ്രവത് വലിയ റിസ്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണ് അസറ്റ് ക്വാളിറ്റി കുറഞ്ഞതും അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് കൂടിയതും ഇവിടെ വലിയ റിസ്ക് തന്നെയുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ അണ്ടർ പെർഫോമൻസ് തുടരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് വെഹിക്കിൾ ഫൈനാൻസ് സെഗ്മെന്റിൽ AUM Q1 എന്താണ് 5.9% ഇടിഞ്ഞു. അതുപോലെ GNPA 9.2% കൂടി. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും റിട്ടേൺ ഗൈഡൻസിൽ പ്രഷർ ഇവിടെ വരുത്തും. സോ ഇന്ന് നമ്മൾ നോക്കിയത് സ്വർണത്തിന്റെ വില കൂടുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് ചെയ്യുന്ന 2 കമ്പനികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ അത് ഷോർട്ട് ടേമിൽ പോസിറ്റീവ് ആണ്. എന്നാൽ ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ റിസ്ക് മാനേജ്മെന്റും അതുപോലെ തന്നെ എക്സിക്യൂഷൻ കാപ്പബിലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.